നേരത്തെ സുരേഷ് സൂചിപ്പിച്ച ആ നമ്പറിലേക്ക് തന്നെയൊക്കെ എത്തുകയാണ്. 19 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ഈ 19 പേർ ഏതൊക്കെ ജില്ലക്കാർ എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? പറയൂ. തീർച്ചയായും പ്രധാനമായും പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും അധികം മരണം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 6 പേരുടെ മരണമാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം സ്ഥിരീകരിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ കമ്പനിയുടെ ഉടമസ്ഥൻ പത്തനംതിട്ട തിരുവല്ല സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ തിരുവല്ലയിൽ നിന്നുമാണ് ഏറ്റവും അധികം ആളുകളെ കമ്പനിയിലേക്ക് ജോലിക്ക് എടുത്തിട്ടുള്ളത്. ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന മലയാളികളുടെ കൂട്ടത്തിലും തിരുവല്ലയിൽ നിന്നുമുള്ളവരാണ് കൂടുതലും ഉണ്ടായിരുന്നത്. 6 തിരുവല്ല സ്വദേശികളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. അവസാനമായി വന്ന ഈ മരണം പത്തനംതിട്ട കീഴ്വാഴ്പൂർ സ്വദേശിയുടേതാണ്. കീഴ്വാഴ്പൂർ സ്വദേശി നെയ്വേലിപ്പടി സിബിൻ ടി എബ്രഹാം, 31 വയസ്സാണ് സിബിൻ വയസ്സ് ഈ മരണ വിവരത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ അനുശോചന കുറിപ്പിൽ തന്നെയാണ് പറയുന്നത് 19 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ള സംസ്ഥാന സർക്കാർ തന്നെ അറിയിക്കുന്നുണ്ട്. ഇനിയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും 19 പേർ മാത്രമാകട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ തന്നെ. അതിനപ്പുറത്തേക്ക് കൂടുതൽ മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും. പരിക്കേറ്റവരിൽ ഇപ്പോൾ 9 പേർ ഇപ്പോഴും ക്രിട്ടിക്കൽ അവസ്ഥയിൽ തന്നെ, അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ICUവിലും മെഡിക്കൽ ICUവിലും ഒക്കെ ആയിട്ടാണ് അവർ കഴിയുന്നത് 9 പേര്. മറ്റുള്ളവരുടെയൊക്കെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ചിലരെയൊക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയും നാളെ രാവിലെയൊക്കെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 9 പേരുടെ ആരോഗ്യാവസ്ഥ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്.